ഗുഡ് മോർണിംഗ് ഫ്രം ഡൽഹി ഗായ്സ്. ഇപ്പോൾ കേട്ടോ വെച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ ലെഗ് ഒന്ന് പുള്ള് ചെയ്യാൻ നോക്കിയതാണ്. ടോക്കിംഗ് അബൌട്ട് ലെഗ്, എൻ്റെ ആംഗിൾ സ്പ്രെയിൻ ഡോക്ടറിനെ ഒന്ന് കാണിക്കാൻ വന്നേട്ടോ ഇന്ന്. ഇറ്റ്സ് ഡേ 2 ഇൻ ഇന്ത്യ. ഓസ്ട്രേലിയയിൽ വെച്ച് എനിക്ക് കാണിക്കാൻ സമയം കിട്ടിയില്ലല്ലോ ബിഫോർ ദ ട്രിപ്പ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെ നല്ല പോസ്റ്റാക്കി. ഒരു അടിപൊളി 1 hour കഴിഞ്ഞിട്ടാണ് വന്നത്. Punctual Indian doctors. നോട്ട് പങ്ക്ച്വൽ Indian doctors. Punctual. What do you expect when you just pay $5 to see a doctor? Oh yeah, it was only 600 rupees. $5 doctor. That's $10. Cheap takes away your money. You pay your money for time and comfort. I hate when people are not punctual. Shit, I'm done. That was my 2 cents. Hello. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. That was my 2 cents. One look at my ankle and doctor straight away said I might need to put a cast. പക്ഷെ ഞാൻ കുറച്ച് അഡമൻ്റ് ആയിരുന്നു. എൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫുള്ളി റിസ്ട്രിക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞൊരു എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ പിന്നെ പറയാമെന്ന്. എനിക്ക് നോട്ട് ജസ്റ്റ് ഫിസിക്കലി ബട്ട് മെൻ്റലിയും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ചെയ്യാൻ ലൈക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. എക്സ്റേ എടുക്കാൻ പോവാണ്. ഞാനൊരു മോഡൽ കോഴ്സിലൊക്കെ ഇരിക്കുന്നു. എക്സ്റേയുടെ റിസൾട്ട് എനിക്ക് ഗുഡ് ന്യൂസ് ആയിരുന്നു, കാരണം ഫ്രാക്ചർ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അഗൈൻ ഡോക്ടർ സ്റ്റിൽ റെക്കമെൻഡഡ് ആ കാസ്റ്റ് ഇടണമെന്ന്. പക്ഷേ എനിക്ക് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ വീട്ടുകാരെയും എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഞാൻ നല്ലപോലെ റെസ്റ്റ് എടുത്തോളാം, കുറച്ചൊക്കെ നടക്കത്തുള്ളൂ എന്ന്. ഒരു 6 to 8 വീക്സിനുള്ളിൽ ഏകദേശം റിക്കവർ ആവുമെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പം ഉച്ച സമയമായി. എനിക്ക് നല്ലപോലെ വിശക്കാനും തുടങ്ങി. ഐ ഹാവ് ദിസ് ഇഷ്യൂ വേ യു നോ ദ ടേം ഹാങ്ക്രി. എനിക്ക് നല്ല തലവേദനയും ദേഷ്യവും എല്ലാം വരും എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ. ചുമന്ന മീൻകറി പിന്നീട് തരുന്നതായിരിക്കും. കേട്ടില്ലേ, തേങ്ങ അരച്ച മീൻ കറി. അമ്മ ഹാസ് ഗോൺ ഓൾ ഔട്ട്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പം വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് അമ്മ തരുന്നത്. ഇറ്റ്സ് സോ യമ്മി ആസ് വെൽ. ഐ എം ആക്ച്വലി നോട്ട് എ വെരി ബിഗ് റൈസ് പേഴ്സൺ. ഞാൻ മേ ബി ലൈക്ക് വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കത്തുള്ളൂ. പക്ഷെ നാട്ടിൽ പോകുമ്പം അടിപൊളിയായിട്ട് ചോറും അതിൻ്റെ പല പല കറികളും എല്ലാം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വ്ലോഗ് ഫുൾ ഇങ്ങനെ കാലിൻ്റെ ടേക്ക് കെയർ ചെയ്ത് കാലിൻ്റെ ഹീലിംഗ് ഫുള്ളാവും. ഞാൻ എന്തൊക്കെ ഇമാജിൻ ചെയ്തിട്ടാ. What we plan may not work sometimes. That's the thing, right? That's why we didn't plan. ടൈറ്റ് അല്ലല്ലോ. ഉറങ്ങണമെങ്കിൽ അങ്ങോട്ട് ഇച്ചിരി കൂടി ഇങ്ങനെ മുമ്പോട്ട് വെച്ച് കൊടുക്കണം. ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ. ഒരു പില്ലോ വെച്ചിട്ട്. ഭയങ്കര ഷോർട്ട് സ്ലീപ്പ് ആവും. 6:30 അല്ലേ. അല്ലെ പിന്നെ ഇതുകൊണ്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ ഇതുപോലെ വെച്ചിട്ട്. അമ്മ കുഴമ്പ് വളർത്തി കഴിഞ്ഞിട്ട് ഞാനൊരു അടിപൊളി ഉറക്കം ഉറങ്ങി. പക്ഷേ ഷോർട്ട് സ്ലീപ്പായിരുന്നു, കാരണം നെക്സ്റ്റ് എനിക്കൊരു ഡെൻ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞങ്ങൾ നാട്ടിൽ വന്ന ആദ്യത്തെ ഫ്യൂ ഡേയ്സ് തന്നെ മെഡിക്കൽ ചെക്കപ്സ് എല്ലാം ഔട്ട് ഓഫ് ദ വേ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ദാറ്റ് ലേറ്റർ ഓൺ ഡ്യൂറിങ് ദ ഹോളിഡേ വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എൻ്റെ ഡെൻ്റൽ സ്റ്റഫ് എല്ലാം ഞാൻ നാട്ടിൽ വരുമ്പം തന്നെയാണ് ചെയ്യുന്നത്, കാരണം ഓസ്ട്രേലിയയിൽ വെച്ച് നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസും ഇല്ലാത്തതുകൊണ്ട് ഐ റിമെമ്പർ വൺ ടൈം എനിക്കൊരു എമർജൻസി ടൂത്ത് ഫില്ലിംഗ് ചെയ്യാൻ പോയി എനിക്കൊരു $500 എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വന്നു. That includes consultation, x-ray and the tooth filling itself was $350. അപ്പം ഈ പ്രാവശ്യവും ഒരു സിമിലർ തിങ് ആണ് ചെയ്യേണ്ടത്. എനിക്ക് 2 ഫില്ലിംഗ് ചെയ്യണം ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എക്സ്റേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഓൺലി കോസ്റ്റഡ് മീ Indian rupees 5,000, which is what, like $92 Australian, which is I think it's profit for me. അങ്ങനെ I'm done with my teeth appointment, dental appointment. One teeth is filled and cleaned, everything, which is good. Look who's driving. My husband is driving me around the streets of Delhi. Delhi galiyan mein hum drive kar raha hai. Okay, so he's taking me to eat rasmalai because I deserve it after all that pain and all I went through. So what? Which pain? The pain on the seat. And I spilled out so many blood. Okay, so much blood. It's to be explicit, but anyways, it was a pretty
kind of like a boring day with all the appointments and stuff, but അമ്മ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് എല്ലാം ഞങ്ങൾ വലിച്ചു കയറ്റി. സോ ഫുഡിങ് ആയിരുന്നു ഇന്ന്, ഫുഡിങ് ആൻഡ് മെഡിക്കൽ അപ്പോയിൻമെന്റ്സ്. വീട്ടിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാനൊരു ബാറാത്ത് കണ്ടു ഗായ്സ്. സോ നോർത്ത് ഇന്ത്യൻസ് യൂഷ്വലി രാത്രിയിലാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പം ദ ഗ്രൂം സിറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് ദ ഹോഴ്സ് ആൻഡ് ദെൻ ദ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂമിൻ്റെ പുറകിലോ ഗ്രൂമിൻ്റെ ഫ്രണ്ടിലോ മേളിലല്ല കേട്ടോ ഫ്രണ്ടിലോ ഇങ്ങനെ ഡാൻസ് ചെയ്താണ് ബ്രൈഡിൻ്റെ വീട്ടിൽ പോകുന്നത്. സോ അതിൻ്റെ പടക്കം പൊട്ടിയും സെലിബ്രേഷൻസും ഒക്കെ ആയിരുന്നു തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയിൽ എപ്പോഴാണ് ട്രാഫിക് ഇല്ലാത്തത്. അമ്മ ഇച്ചിരി ഇംപേഷ്യന്റ് ആയ കാരണല്ലേ ഇതിനെ ഇനി വെച്ചേക്കത്തില്ല. തുറന്നു ദിസ് മച്ച് ആയി. ദിസ് ഇസ് അമ്മ ടീച്ചിങ് മീ ഹൗ ടു മേക്ക് സാമ്പാർ. പക്ഷെ പഠിക്കുന്ന കഠിനാധ്വാനം ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തിന് നേതയ്ക്കാപ്പം ഒക്കെ കഴിച്ച് കണ്ടുകൊണ്ട് പഠിക്കുകയായിരുന്നു. ചിലരൊക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ ഈ പീസസ് എല്ലാം അവര് എണ്ണയിലിട്ട് വഴറ്റും സാമ്പാറിന്റെ. നമുക്കിപ്പോ എണ്ണ എത്രയും കുറച്ച്. സാമ്പാർ നാളെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാനാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കപ്പ മീൻകറി കഴിച്ചിട്ട് ഞാൻ ഓഫായി. കപ്പ വേണമെന്ന് പറഞ്ഞാൽ കപ്പ ഫിനിഷ് ചെയ്തോണം, മനസ്സിലായല്ലോ. നെക്സ്റ്റ് മോർണിംഗ് ഞാൻ എണീറ്റപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് എണീറ്റത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല കറങ്ങാൻ, ഡേറ്റിനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ എണീറ്റ് ഫ്രഷ് ആവുന്നതിന് മുമ്പേ തന്നെ ഗൂഗിളിൽ കയറി ഏത് ക്യാഫെയാണ് പോകാൻ പറ്റുന്നതെന്നൊക്കെ റീസർച്ച് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബോറടിച്ചു. ഈ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വീട്ടിൽ കാലിൻ്റെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്ത് ഇതെല്ലാം ചെയ്യണം. പക്ഷെ എന്നാലും ഒരു മടുപ്പ് വരത്തില്ലേ. ബോണി പറഞ്ഞു നമുക്കെന്നാൽ ഇന്ന് ചെന്ന് നമ്മുടെ ഹെയർ ഒക്കെ ചെയ്ത് നമുക്ക് പിന്നെ ഒരു ക്യാഫേയിലൊക്കെ ഇച്ചിരി നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് വരാമെന്ന്. എനിക്ക് ഹെയർ കട്ട് ആയിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. കുറച്ച് മുമ്പേ അല്ലേ എൻ്റെ ഹെയർ കട്ടും കളറും ഒക്കെ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വാഷ് ആൻഡ് ബ്ലോ ഡ്രൈ ചെയ്തു. ആൻഡ് മൈ ഹെയർ ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റേ ചെയ്യത്തില്ല. എൻ്റെ ഹെയർ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ആൻഡ് ഇറ്റ്സ് വെരി ഫ്ലാറ്റ് ആസ് വെൽ. സോ വിത്തിൻ ലൈക്ക് എ ഫ്യൂ സെക്കൻഡ്സ് അതിൻ്റെ ആ ബൗൺസിനെസ് ഒക്കെ പോവും. എൻ്റെ ഹബി എന്നെ ഒരു ഡേറ്റിന് കൊണ്ടുവരാൻ വന്നേ. അല്ലെങ്കിൽ ഇവിടെ റീഡേഴ്സ് ക്യാഫേ നോയിഡയിൽ വന്നേക്കുക ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വേണ്ടി. സോ ഓപ്പൺ ആണോ അല്ലോ എന്നറിയില്ല. സ്റ്റേസ് ആണ്. സോ ബോണി ഈസ് ഗോയിങ് ടു ചെക്ക്. ഇവിടെ വന്നപ്പം തൊട്ട് ഫുൾ ഫുഡിങ് ആയിരുന്നു. അമ്മ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 1 by 1 ടേൺ എടുത്ത് കഴിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി 2-3 kgs ഒക്കെ ഓൾറെഡി കൂടി എന്നാണ് സംശയം. ഓപ്പൺ ആണോ? തിരക്കില്ലായിരുന്നെങ്കിലും വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ദ നെയിം ഓഫ് ദ ക്യാഫേ ഈസ് റീഡേഴ്സ് ക്യാഫേ. ഞങ്ങൾ മൺഡേ ഓർ ട്യൂസ്ഡേ രാവിലെയാണ് പോയത്. മേ ബി അത് കാരണമായിരിക്കും ഒട്ടും ആൾക്കാരില്ലായിരുന്നു, വിച്ച് വാസ് വെരി ഷോക്കിംഗ് ഫോർ മീ. കാരണം ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തും വി ഹാവ് ടു ഫൈറ്റ് ഫോർ എ സ്പോട്ട്. ഫോൺ കട്ട് ചെയ്തോ സംസാരിച്ച് കഴിയുന്നതിന് മുമ്പ്? ഞങ്ങളുടെ 2 അമ്മമാർക്കും ഒരു ഹാബിറ്റ് ഉണ്ട്. ഞങ്ങൾ ബൈ പറയുന്നതിന് മുമ്പേ തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നത്. അതിന് ബേണീച്ചർ ഇറിറ്റേറ്റഡ് ആയതാണ്. ഞാനും എൻ്റെ അമ്മയും ഈ സെയിം ടോപ്പിക്ക് പറഞ്ഞ് കുറേ പ്രാവശ്യം വഴക്ക് പിടിച്ചതാണ്. എനിവേസ് ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങൾ ചെറിയൊരു സീരിയസ് കോൺവെർസേഷൻ ലീഡ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ അപ്കമിങ് ഇയറിലേക്കുള്ള ഞങ്ങളുടെ ബിഗ് ഗോൾസ് സ്മോൾ ഗോൾസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ വി നോ വാട്ട്സ് കമ്മിങ് ഫോർ അസ് ആൻഡ് വി നോ വാട്ട് ടു എക്സ്പെക്ട്. ഫൈനാൻസ്, ഹെൽത്ത്, ഫിറ്റ്നസ്, ഹോളിഡേയ്സ്, വർക്ക്. ഞാൻ വിക്ടോറിയ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം the current role that I'm doing, I do not see a promotion or a growth in that current role. So ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് outside of my annual leave up to 6 months. അപ്പം ഞാൻ തിരിച്ച് ആ ജോബിലേക്ക് പോകണോ ഫോർ ദ ടൈം ബീയിങ്, അതോ വേണ്ടയോ, അതെനിക്ക് എപ്പോഴാണ് ഞാൻ വേറെ റോളിലേക്ക് കയറാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പം അമ്മ മിക്സ് ചെയ്ത് റം കേക്ക് ബേക്ക് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വാവ്, ഇത് അവർ കട്ട് ചെയ്ത് തരുന്നേ? അതിലുള്ള മോൾഡ് ഉണ്ട് ഇങ്ങനെ. അമ്മ തന്നെ ചെയ്താ? അല്ല, മോൾഡ് ഇത് ഇടിച്ചു. റം ഇട്ട കേക്ക്സ് ആണല്ലേ? നൈസ്. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ചാക്കു അവിടെ പോയി. വൺ അപ്പ കട്ട് കട്ട്, വൺ മോള് കട്ട് കട്ട്. കട്ട് ചെയ്തേ? കട്ട് ഹാർട്ട്. എന്താ നോക്കുന്നു? എങ്ങനെ കട്ട് ചെയ്യണം? ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യട്ടെ? മെറി ക്രിസ്മസ്.
അമ്മ എല്ലാ ഇയറും വിത്തൗട്ട് ഫെയിൽ ഷീ ബേക്സ് ദീസ് ക്രിസ്മസ് കേക്ക്സ് ടു ഗിവ് ടു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നുണ്ടല്ലോ, നാട്ടിൽ ആസ് ഇൻ കോട്ടയത്ത് പോകുന്നുണ്ടല്ലോ. അപ്പം കോട്ടയത്ത് അമ്മയുടെ അമ്മയുണ്ട്, അപ്പയുടെ അപ്പയും അമ്മയുണ്ട്. സോ അവർക്കെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയായിട്ടാണ് ഈ കേക്ക് എല്ലാം ബേക്ക് ചെയ്ത് കറക്റ്റ് പാക്കേജിങ്ങിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മളോട് എടുത്തിട്ടേ ബിജുവിന്റെ മോളെടുത്ത് ടേസ്റ്റ് ചെയ്യ്. എടുക്കടാ, ടേസ്റ്റ് ചെയ്യ്. ടേസ്റ്റ് അപ്പൊ റിവ്യൂ പറയണം. ഓ അത് കണ്ടാലും അറിയാം ഉണ്ടാക്കി പറയുമോ. no, very good, very tasty and very nice, very soft ചൂടായിട്ട് and കൊച്ചെടുത്തോ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഇച്ചിരി കൂടെ റം ആവായിരുന്നു. അത് റമ്മ ഒരു കുപ്പി ഒഴിച്ചോളൂ. മറ്റേ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വരുന്നുണ്ടോ? ഡ്രൈ ഫ്രൂട്ട് കിട്ടുന്നുണ്ടോ? ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സീ ദാറ്റ്സ് മൈ ഹാപ്പി ഡാൻസ്. ഇനിയും ഡേയ്സ് കിടക്കുകയല്ലേ, ഓരോ ഡേയും ഓരോന്ന് പ്ലാൻ ചെയ്തായിരുന്നു. മേഥി പരാട്ട, ഇതാണോ മിക്സ്? മേഥി പ്ലസ് പൊട്ടാറ്റോ. ഓക്കെ, അനിയൻ. What is a leaf? Leaf is methi. Cooking video by Elizabeth ma'am. അല്ല, മേഥിക്ക് എന്നാടാ പറയുന്നത്? ഫെനഗ്രിക് ലീവ്സ്. ഇതാണ് നമ്മുടെ അമ്മയുടെ നെക്സ്റ്റ് വെറൈറ്റി ഐറ്റം, മീത്തി പറാട്ട. ഞാൻ അമ്മയുടെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ നിൽക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും എടുത്തു കൊടുക്കാനോ കട്ട് ചെയ്ത് തരാനോ പീൽ ചെയ്ത് കൊടുക്കാനോ ഒക്കെയാണ്. എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ് അല്ല ഒരു വേറെ കിച്ചണിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചുമ്മാ വായി നോക്കി നിൽക്കുന്നത് അവിടെ. ഞങ്ങൾക്ക് മൂവി കാണാനൊരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് റെഡി ആയിട്ട് നമുക്ക് മൂവി കാണാൻ പോവാം. സൂക്ഷ്മദർശിനി കാണാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. തള്ളൊക്കെ കറക്റ്റ് അല്ലേ? ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേറ്റഡ്. If you're still here with me, thank you so much for watching. Okay, bye. Ta-ta.